ഇഫ് വി ക്യാൻ യു ക്യാൻ. അത് എടുത്തില്ലല്ലോ കേട്ടോ. അല്ല അന്നപ്പോ ഞാൻ എന്താ പറയാ, പറഞ്ഞോ, ഇതാണ് റോളിംഗ്. ഞാൻ തന്നെ എന്റെ കഴിഞ്ഞില്ലേ. ഞങ്ങളങ്ങനെ തമ്മിൽ ഇങ്ങനെ ചായ കുടിക്കുന്നവരെ ഞങ്ങളങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു കരിയർ. ഒരു ചായ കുടിക്കുമ്പോഴാണ് ഒരു ചായ ഒന്ന് 2 ചായ ഒന്നല്ല, ഞങ്ങളങ്ങനെ ചായ കുടിക്കുന്നത്. ഒരു ചായ പറ അങ്ങനെ. ഹായ്, എന്റെ പേര് അഖിൽ ജ്യോതിഷ്. എന്റെ പേര് അബിൻ. ഞങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്. ഞാനെന്ന് വെച്ചാല് ഡാൻസ് ഒക്കെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ്. അങ്ങനെ കുറച്ചു നേരം ഞാൻ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ പോവുകയായിരുന്നു. അന്നപ്പോഴാണ് ലൈഫിലൊരു ജോബ് വേണം. അപ്പോൾ 4 കൊല്ലം ബിടെക് പഠിച്ചാണ്. അപ്പോൾ നല്ലൊരു ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സൊസൈറ്റിയിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നൊക്കെ എനിക്ക് തോന്നിയത്. അന്നപ്പോൾ വീട്ടിൽ നിന്നും അങ്ങനെ ഭയങ്കര പ്രഷറായിരുന്നു ജോലി കാര്യങ്ങൾക്കൊക്കെ പോകാത്തതുകൊണ്ട്. അപ്പോൾ എനിക്കും തോന്നി നല്ലൊരു ജോലിക്ക് പോകണം. അങ്ങനെയാണ് ഞാൻ ഒരു മെക്കാനിക്കൽ കോർ ഫീൽഡായ MEP ഫീൽഡിലേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചത്. എന്റെ കാര്യം ഏകദേശം ഇതുപോലൊക്കെ തന്നെ. ഞാനൊരു 1.5 വർഷത്തോളം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. പക്ഷെ അവിടുന്ന് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനും ഒരു സാലറി ഗ്രോത്ത് ഒന്നും കിട്ടിയില്ല. പിന്നെ കരിയർ ഗ്രോത്തിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഒരു മെക്കാനിക്കൽ കോർ ഫീൽഡിലേക്ക് തന്നെ ഒന്ന് സ്വിച്ച് ചെയ്യണം തോന്നിയത്. അപ്പോഴാണ് ഞങ്ങൾ മയോസിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് മയോസി ജോയിൻ ചെയ്തതും. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഒരു കമ്പനി തന്നെ പ്ലേസ്ഡ് ആവുകയും ചെയ്തു. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പ്ലേസ്ഡ് ആയതിൽ. അന്നപ്പോ മയോസിന്റെ സപ്പോർട്ട് അതിൽ വലിയ രീതിയിൽ തന്നെ ഉണ്ട്. ഒരു 3 to 4 month ജേണി ആയിരുന്നു ഞങ്ങൾ മയോസിയിൽ ഉണ്ടായിരുന്നത്. ഓൺലൈൻ ക്ലാസ് ആണ് ഇവിടെ ഉള്ളതെങ്കിലും ഇവിടെ വന്നിട്ട് ചെയ്യാറായിരുന്നു ഞങ്ങൾ കൂടുതൽ. ഇവിടുത്തെ ഫാക്കൽറ്റീസ് എന്തായാലും ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ്. അന്നപ്പോൾ നല്ല നല്ല പ്രൊജക്ട്സ്, എബ്രോഡുള്ള പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അവരുടെ സപ്പോർട്ട് കൂടി. മയോസിലൊരു 3 to 4 month ജേണി ആയിരുന്നു ഞങ്ങളുടേത്. അവിടെ ക്ലാസ് ഒക്കെ കൂടുതലും ഓൺലൈൻ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കൂടുതലും ഇവിടെ വന്നിട്ട് തന്നെയാണ് ചെയ്തത്. കാരണം ഇവിടുത്തെ മെന്റേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ കുറെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമുക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് നമുക്ക് പോവാം. പിന്നെ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മയോസി പ്രൊവൈഡ് ചെയ്തത്. അന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു MEP കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഞങ്ങൾ രണ്ടാളും ഇത് റെഫർ ചെയ്യാണ്. കാരണം ഞങ്ങൾക്ക് ഇതിലൂടെ സക്സസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി. നല്ലൊരു കമ്പനി MNC ഞങ്ങൾ പ്ലേസ്ഡ് ആവുകയും ചെയ്തു. ഞങ്ങൾ രണ്ടാളും പണ്ട് മുതലേ ഒരുമിച്ച് പഠിച്ചത്. അതിനുശേഷം ബിടെക്കിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളും വേറെ ഒരു ഫീൽഡിലേക്ക് തന്നെ മാറിപ്പോയി. അപ്പം അതിനുശേഷം എൻ്റെ ഒരു കരിയർ ഒരു സ്റ്റെക്കായ മാതിരിയായിരുന്നു. ഞാൻ വേറെ സ്ഥലത്ത് ജോബ് ഒക്കെ നോക്കി, അവിടെ ഒന്നും സെറ്റായില്ല. അതിനുശേഷമാണ് ഒരു നല്ലൊരു ജോബിന് കയറണം എന്നുള്ളൊരു തോട്ട് വന്നത്. അപ്പോഴാണ് MEPനെ പറ്റി കേൾക്കുന്നതും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയൊക്കെ കേൾക്കുന്നത്. അന്നപ്പോൾ ഞങ്ങൾ വളരെയധികം അന്വേഷിച്ചിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിയത്. അന്നപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്ലേസ്ഡ് ആവുന്ന എല്ലാവരും MNCയിലാണ് പ്ലേസ്ഡ് ആവുന്നത്. പിന്നെ റിയൽ വേൾഡ് പ്രൊജക്ട്സ് കൊടുക്കുന്നുണ്ട്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തത്. MEP എന്നുള്ള ഫീൽഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പിന്നുള്ള കൺഫ്യൂഷൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കണം എന്നേനി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സീനിയർ ത്രൂ ആണ് ഞാൻ മയോസി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഞാൻ അബിനോട് ഷെയർ ചെയ്തു ആ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വന്ന് എൻക്വയറി കാര്യങ്ങളൊക്കെ നടത്തിയത്. ഇവിടെ വന്ന് എല്ലാവരോടും സംസാരിച്ച് ഇവിടെയുള്ള സ്റ്റുഡൻസിനോടും അങ്ങനെ അങ്ങക്ക് ഓക്കെ ആണെന്ന് തോന്നി. എല്ലാ കാര്യങ്ങളും കൊണ്ട്, പ്രൊജക്റ്റ് ആണെങ്കിലും മെന്റേഴ്സിന്റെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളെല്ലാം ഓക്കെ ആണെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത്. ഇവിടെ കൂടുതൽ ഓൺലൈൻ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഓഫീസിൽ വരാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നത് ഞങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയി. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് റിയൽ വേൾഡ് പ്രൊജക്റ്റ് ഫുൾ ഇവിടുന്ന് ചെയ്യാൻ കഴിഞ്ഞു. അന്നപ്പോൾ അതേപോലെ തന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ MEPനെ പറ്റിയിട്ടുള്ള ഇൻഡെപ്ത് നോളജ് ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ വന്നിട്ട് പ്രാക്ടിക്കൽ സെക്ഷൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഞങ്ങളിവിടെ വന്നിട്ട് 3 മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് MNC ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ കൃത്യമായിട്ടുള്ള എഫേർട്ട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും പോസിബിൾ ആണ്. അപ്പോൾ മയോസി എന്ന് പറയുമ്പോൾ തന്നെ മേക്ക് യുവർ ഓൺ കരിയർ എന്നാണ്. അന്നപ്പോൾ അങ്ങനെ നിങ്ങൾ സ്വന്തം കരിയർ നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരിക. നിങ്ങൾ ഉറപ്പായിട്ട് സക്സസ് ആവും, കൃത്യമായ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ. എൻ്റെ കരിയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ മയോസിനെ തന്നെയാണ് കാണുന്നത്. കാരണം ഇവിടുന്നാണ് എനിക്ക് ആ ഇനീഷ്യേറ്റീവ് കിട്ടിയത്. നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും മയോസി ഉണ്ടാവും. ഇനി MEP പഠിക്കാൻ വരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, മയോസിയിൽ വരിക, എഫേർട്ട് ഇടുക, MNC ക്രാക്ക് ചെയ്യുക, പോവുക.